നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങൾ പിണ്ടി ചക്കക്കൂരും വാഴക്കായും കോപ്പും എല്ലാം കൂടെ അരിഞ്ഞും വേവിച്ചു ആ തിന്നുന്നു. പാത്രം നിറച്ചാണ് കൂട്ടാൻ വേവിച്ചാണ് ഉണ്ടാക്കും. വിളമ്പിയ തികയല്ല, എല്ലാവർക്കും കൊടുത്തേച്ച് വാരി തിന്നു ഉള്ളു കൊടുത്തിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും തമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചേച്ചമ്മ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടോ? അവരുടെയൊക്കെ ഹെൽത്തിൻ്റെ രഹസ്യമാണ് നമ്മുടെ ഈ തോരൻ. ശ്രദ്ധിച്ച് കേട്ടാലേ കേൾക്കാൻ പറ്റും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ ബഹളമാണ്. കാര്യം നമ്മുടെ ബഷീറിൻ്റെ പാത്തുമ്മയുടെ അടി പറയുന്നത് പോലെ ഈ വീടൊരു സംഭവ ബഹളമാണ്. പൂച്ചയും പശുവും കോഴിയും കിളികളും പ്രാവും എല്ലാം ഉണ്ട്. അപ്പോൾ ഫാറ്റ് ലിവർ ഉള്ളവരും അല്ലാത്തവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് ഈ തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം വാഴപ്പിണ്ടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനല്ല, ചേച്ചമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, ഇത്രയും കറിവേപ്പില, ഇത്രയും നല്ലപോലെ ചതച്ചെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി, ഒത്തിരി അങ്ങ് വഴന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പിണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണിത്. വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും നല്ലതാണ്. വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് ഒരുപാട് തോരൻ മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി വെച്ച് മീൻകറി വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അച്ചാറിടാൻ വരെ പറ്റും വാഴപ്പിണ്ടി. നമുക്കതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം. ഫാറ്റ് ലിവർ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വാഴപ്പിണ്ടി വെച്ച് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഇപ്പം നമ്മൾ ഈ പിണ്ടിയും ഈ സവാളയും എല്ലാം ഈ അരപ്പിലിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിണ്ടിക്ക് അത്യാവശ്യം കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കുഴഞ്ഞു പോകാൻ പാടില്ല. ഒന്നൊന്നേന്ന് വിട്ട് നിൽക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നു. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. നമ്മുടെ തോരൻ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ തോർത്തിയെടുക്കാം. ഇതും വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വാഴപ്പിണ്ടിയാണ് ഈ കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. വാഴപ്പിണ്ടി തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്കത് മാത്രം മതി ചോറുണ്ണാൻ. നല്ലപോലെ കുത്തി ഇളക്കി അത് വെള്ളമൊക്കെ പറ്റിച്ചെടുക്കുക. നമ്മുടെ തോരൻ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ഡിസ്റ്റർബൻസ് സൗണ്ടൊക്കെ കേൾക്കാം, കോഴിയുടെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സംഭവ ബഹളമാണ്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. നമുക്കത് കൂട്ടി ചോറുണ്ണാം. അതിനായിട്ട് നല്ല കുത്തരി ചോറിലോട്ട് വാഴപ്പിണ്ടി തോരൻ, പിന്നെ ചക്കയുടെ ചവണിയില്ലേ, ചക്കച്ചവണി, വൻപയറോട് ഇട്ടുള്ള തോരനും നല്ല തേങ്ങാ ചമ്മന്തി, ചൂരക്കറി, ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് ചോറുണ്ട് നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.